മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലമോൻ 1:4-6 വരെ വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിനോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥന നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ഇവിടെ നാം ഫിലമോനെ കുറിച്ചുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ആണ് വായിച്ചു കേട്ടത്. യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഫിലമോൻ ക്രിസ്ത്യന്മാരുടെ ഹൃദയം തണുപ്പിച്ചവൻ. അതിൻ്റെ അനന്തരഫലമായി പൗലോസിനുണ്ടായ സന്തോഷം, ആശ്വാസവും. എത്ര നല്ല സാക്ഷ്യം! നാം എങ്ങനെ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവരാണോ? വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കുന്നവരാണോ? അതിൻ്റെ അനന്തരഫലമായി നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കുന്നുണ്ടോ? സഹോദരിമാരെ, നമുക്ക് ഉണരാം. കർത്താവിനെ സ്നേഹിക്കാം, അവനിൽ വിശ്വസിക്കാം, വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിക്കാം. അപ്പോൾ കൂട്ടുവിശ്വാസികൾക്ക് സന്തോഷവും ആശ്വാസവും ലഭിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സുന്ദരമായ ഒരു തത്വം വിശദീകരിക്കുകയാണ്. ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ദൈവം നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണ്. ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഞാൻ നല്ലവനെന്ന് ചിന്തിച്ചാൽ ക്രിസ്തുവിലുള്ള നന്മ നമ്മുടെ ഹൃദയം മൂലം മറയ്ക്കപ്പെടുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ മാത്രമേ പുതിയ സൃഷ്ടി ആകുകയുള്ളൂ. നമ്മെ കാണുന്നവർ കർത്താവിനെ കാണണം. കർത്താവിൻ്റെ സ്വഭാവം നമ്മിൽ വളരണം. 2 കൊരിന്ത്യർ 3:18 1 കൊരിന്ത്യർ 15:49 ഇതേ ആശയം കാണാം. എല്ലാ നന്മ പ്രവൃത്തികളും നമ്മിലൂടെ പ്രാവർത്തികമാക്കുവാൻ നമ്മിൽ വസിക്കുന്ന കർത്താവിൽ ആണ് എന്ന് നാം ഏറ്റുപറയണം. നന്മ പ്രവൃത്തികൾ ചെയ്യാൻ നാം നിയമിക്കപ്പെട്ടവരാണ്. എന്നാൽ കർത്താവിൻ്റെ സഹായത്തോടെ മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞവരെ ഒക്കെയും ഉയർത്തുന്ന വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. യാക്കോബ് 1:17. തന്നെയും തനിക്കുള്ളതിനെയും സ്വീകരിക്കുന്നവർക്ക് ഏറ്റവും നല്ലതും പൂർണ്ണവുമായ ദാനം ക്രിസ്തുവാണ്. പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവനിൽ നമുക്ക് പുതിയ അനുഭവമുണ്ട്. അവനാണ് സകല നന്മയുടെ ഉറവിടം. അവനിൽ വളരാം. ഓരോ വിശ്വാസിക്കും ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന അനേക അനുഗ്രഹങ്ങൾ വചനത്തിലുണ്ട്. ക്രിസ്തുവിൽ എന്ന പ്രയോഗം നാം മനസ്സിലാക്കിയാൽ അനുഗ്രഹമാണ്. ക്രിസ്തുവിൽ നാം പരിപൂർണരാണ്. ക്രിസ്തുവിൽ നാം സ്വതന്ത്രരാണ്. ക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിട്ടിരിക്കുന്നു. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ദൈവകൃപ പ്രാപിച്ച് നാം ആരാണെന്നുള്ള ഉൾക്കാഴ്ചയോടെ ദൈവനാമമഹത്വത്തിനായിട്ട് ജീവിക്കാം. ഈ സത്യം ഗ്രഹിക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ മക്കളായി ജീവിക്കാൻ ഇടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.